കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, പേരാവൂർ ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ, CDS എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മണത്തണ പേരാവൂർ UP സ്കൂളിൽ നടന്നു. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന മനോഹരൻ, വാർഡ് മെമ്പർ C. യമുന, CDS ചെയർപേഴ്സൺ ഷാനി ശശീന്ദ്രൻ, മനോജ് GM, ക്രിസ്റ്റിൻ, സിനി PP തുടങ്ങിയവർ സംസാരിച്ചു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗം സീനിയർ ഗൈനക്കോളജിസ്റ്റും ഹൈറിസ്ക് പ്രഗ്നൻസി ഗൈനക് സർജറി വന്ധ്യതാ ചികിത്സാ വിദഗ്ധയുമായ ഡോക്ടർ ഗീത മേക്കോത്ത മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ഗർഭമുണ്ടാകുമ്പോൾ രണ്ട് കാര്യങ്ങൾ. കല്യാണം കഴിഞ്ഞു, ആ കുട്ടിക്ക് വീട്ടിൽ തലചുറ്റി വീണ് ക്ഷീണം, പ്രത്യേകം പറയാൻ പറ്റാത്തൊരവസ്ഥ, ഭയങ്കര ക്ഷീണം തോന്നുക, അല്ലെങ്കിൽ വയറുവേദന, ബ്ലീഡിങ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യം ഓർമ്മിക്കണം. സാധാരണ ഗർഭത്തിൽ ഇതൊക്കെ ഉണ്ടാവും. അണ്ടവാഹിനി കുഴലിൽ ഗർഭം ഉണ്ടാവാം, ട്യൂബൽ പ്രഗ്നൻസി, ട്യൂബൽ ഗർഭം ഉണ്ടായി മരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് ക്ഷീണം വരും, സാരമില്ലാന്ന് വിചാരിക്കും. സാധാരണ തലചുറ്റിൽ അത് വെറുതെ പറയാമെന്ന് വിചാരിക്കും. പക്ഷേ അടുത്തുള്ളൊരു ഡോക്ടർ, അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ, ബ്ലഡ് ബാങ്കൊക്കെയുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ച് ചില പെട്ടെന്നൊരു സർജറി വേണ്ടി വരും, ബ്ലഡ് കയറ്റേണ്ടി വരും. അതാണ് ട്യൂബൽ പ്രഗ്നൻസി. അത് നമ്മൾ കണ്ടുപിടിക്കണം, അറിയണം. അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം വരുമെന്ന് അറിയുള്ളൂ. കോപ്പറേറ്റീവ് ആൾ ഗർഭം ഉണ്ടായാലും ഗർഭം ചിലപ്പോൾ ട്യൂബലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതും നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡോക്ടർക്ക് പോയിട്ട് ഇവിടെ അടുത്തുള്ള സ്ഥലത്ത്, ബ്ലഡ് ബാങ്കൊക്കെയുള്ള സ്ഥലത്ത് പോകണം. വലിയ സ്ഥലത്ത് പോയതൊക്കെ ഉണ്ടാവും. വേറെ അവർ പോയാൽ കുറച്ച് ബുദ്ധിമുട്ടായി. അടുത്തുള്ള വലിയ സ്ഥലത്ത് പോകണം, നമുക്ക് ജീവൻ രക്ഷിക്കാനാണ്. പിന്നെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. വെള്ളം കുടിക്കാത്തത് കൊണ്ട് നമ്മളെല്ലാവരും 2 to 3 ലിറ്റേഴ്സ്, 2 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം ഒരു ദിവസം. രാവിലെ 1 ലിറ്ററെങ്കിലും കുടിച്ചാലേ നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് പോകുമ്പോൾ ബാക്കി നമുക്ക് കുടിക്കാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.